കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധി ഏട്ടൻ വന്ന് തടസ്സം ഉണ്ടാക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടിയുടെ മുന്നിൽ ഒരാൾ വട്ടം ചാടും നിൽക്കാൻ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഭാസ്കരൻ അച്ഛനാണ് സുധീഷിൻ്റെ ഒക്കെ. അപ്പോൾ വണ്ടിയിൽ ഡോർ തുറക്കാൻ പറഞ്ഞാൽ അങ്ങനെ അയാൾ വണ്ടിയിൽ കയറിയിരിക്കും. അപ്പോൾ വണ്ടി വിടാൻ പറയും. എങ്ങടാന്ന് വയ്ക്കും, ഈ കുട്ടീനെയും കൊണ്ട് കോളേജിലേക്കെന്ന് പറയും, തക്കലയിലുള്ള കോളേജിലേക്കെന്ന് പറയും. അല്ല എവിടെയെങ്കിലും വഴിയിൽ ഇറങ്ങാനാണോ എന്ന് നിധി ചോദിക്കും. അല്ലല്ല, നീ എവിടേക്കാണോ പോണേ അവിടേക്ക് തന്നെയാണ് ഞാനും പോകണമെന്ന് പറയും. അപ്പോൾ നിധിക്ക് ആകെ ടെൻഷനും പേടിയാവും. എന്തിനാണാവോ കൂടെ പോരുന്നതെന്ന് ആലോചിച്ചിട്ട് സുധീഷിനെ തന്നെ ഒരു ശല്യം ആയതുകൊണ്ടാണ് ഒഴിവാക്കിയത്. എന്തായാലും ഭാസ്കരൻ കൂടെ പോകാൻ തന്നെ തീരുമാനിക്കണ്. പിന്നെ കോളേജിലെത്തുമ്പോൾ കൂട്ടുകാരിനായിട്ട് നമ്മുടെ നിധി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരുന്നതാണ്. പഴയ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് വീട്ടിലിടന്നോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ പരിഹസിക്കിന്. ജോലിയൊന്നും കിട്ടുന്നേക്കാൾ മുന്നേ കല്യാണം കഴിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അവർ കളിയാക്കണം. എന്താണ് നിധി, വിവാഹം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പുതിയ ജീവിതം, പെട്ടെന്ന് തന്നെ വൈറലായല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ കൂട്ടുകാരിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ നിധി ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നത് തൻ്റെ ആവശ്യമായതുകൊണ്ട്. പിന്നീട് സുഭാഷേട്ടൻ സുധീഷിൻ്റെ ഒക്കെ ബൈക്കുമ്മൽ പോകണ്. അപ്പോഴാണ് നമ്മുടെ സുനന്ദയും അമ്മയും കൂടെ പർച്ചേസിങ്ങിനൊക്കെ പോയിട്ട് നടന്നു വരുന്നതാണ് കാണുന്നത്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. സുനന്ദനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണ് സുനന്ദയുടെ അമ്മ. സുഭാഷാണെങ്കിൽ അതിങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സുഭാഷേട്ടന് ഭയങ്കര സങ്കടമാണ്. സുഭാഷേട്ടൻ കണ്ണൊക്കെ തുടയ്ക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പ്രൊമോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.